പാലക്കാട് ഷോളയൂർ പഞ്ചായത്തിൽപ്പെട്ട ബോഡിച്ചാൽ മലകളെ കാവൽ നിർത്തി ശിരുവാണിപ്പുഴയെ തഴുകിയും തലോടിയും നിലകൊള്ളുകയാണ് സാമ്പാർക്കോട് ഗ്രാമം. മലഞ്ചെരുവിനെ മാറ്റിമറിച്ച് സ്വന്തം ആസൂത്രണത്താൽ 17 ഏക്കർ വരണ്ട പ്രദേശത്ത് കനകം വിളയിച്ചെടുത്ത കൃഷികാരണവനും അട്ടപ്പാടിയിലെ ആദ്യകാല കുടിയേറ്റ കർഷകനും കേരകേസരി അവാർഡ് ജേതാവുമായ പാല പുത്തൻപുരയ്ക്കൽ മാത്യു ആണ് ഇത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും കാട്ടാനകളെയും കാട്ടുപന്നി, മയിൽക്കൂട്ടം എന്നിവയുടെ ആക്രമണങ്ങളെയും നേരിട്ടുകൊണ്ട് കഠിനമായ യത്നത്താൽ സ്വന്തമായ ഒരു കൃഷി സാമ്രാജ്യം ഒരുക്കുവാൻ സാധാരണ കൃഷിക്കാരനായി ജീവിക്കുന്ന മാത്യുവിന് കഴിഞ്ഞു. പഴയ കൃഷി സമ്പ്രദായത്തെ നിലനിർത്തിക്കൊണ്ട് പുതിയ രീതികൾ കൂട്ടിയിണക്കി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത കൃഷിതന്ത്രമാണ് തന്റെ ഭൂമിയിൽ വിജയം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് അവശ്യം വേണ്ട വിവിധ കരകൃഷികൾ ഒരുമിച്ച് നടത്തി സ്വാശ്രയത കൈവരിക്കുവാൻ മാത്യുവിന് കഴിഞ്ഞു. ഗൃഹാവശ്യങ്ങൾക്ക് അത്യാവശ്യമായി വരുന്നതിനാൽ നാടൻ പശു വളർത്തലും മത്സ്യകൃഷിയും കോഴി വളർത്തലും അരയന്നങ്ങളെ വളർത്തലും കൃഷിയിലെ മുഖ്യ ഘടകങ്ങളായി മാറും. ജൈവ പദാർത്ഥങ്ങൾ തിന്നു വളരുന്ന പശുക്കളിൽ നിന്നും കറന്നെടുത്ത ശുദ്ധമായ പാലും വളമായി ചാണകവും മൂത്രവും ലഭിക്കും. പുതുതായി നിർമ്മിച്ച ടാങ്കിൽ വളരുന്ന കട്ല, രോഹു, ഗൗര, തിലോപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളെ ആദായത്തിനായും ആഹാരത്തിനായും ഉപയോഗിക്കുന്നു. കോഴി വളർത്തലിലൂടെ നാടൻ മുട്ടകളും വളത്തിനായി കോഴിക്കാരവും അരയന്നങ്ങളിൽ നിന്നും ധാരാളം മുട്ടകളും അവയുടെ വിസർജന അവശിഷ്ടവും കിട്ടുന്നു. അതിനാൽ ഇവയെല്ലാം ഉത്തമ ആഹാരവും ഉത്തമ വളങ്ങളുമായി പരിണമിക്കുന്നു. തന്റെ കൃഷിപ്പറമ്പിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിച്ച ശേഷം അതിനെ കൃഷിക്ക് അനുകൂലമാക്കുകയായിരുന്നു മാത്യു ആദ്യമായി ചെയ്തത്. പൊതുവെ ജലാംശം കുറഞ്ഞ മണ്ണിന് ഈർപ്പം നൽകുക, മണ്ണൊലിപ്പ് തടയുക, ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ പിടിച്ചു നിർത്തി ഭൂഗർഭത്തിലേക്ക് ഒഴുക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങൾ നടപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. പൂർണ്ണമായും മഴനിഴൽ പ്രദേശമായ അട്ടപ്പാടിയിൽ കൃഷിക്കാർക്ക് അമൂല്യ വസ്തുവായിരുന്ന മഴവെള്ളം. തന്റെ പദ്ധതിയുടെ ആദ്യപടിയായി ശിരുവാണിയിലെ ജലത്തെ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് ഒരു ജലസംഭരണിയുണ്ടാക്കി ഏതാണ്ട് 6.5 ലക്ഷം രൂപ ചെലവഴിച്ച് 2.5 ലക്ഷം ലിറ്ററോളം ജലം ഈ സംഭരണിയിൽ ശേഖരിച്ചു നിർത്തി തോട്ടത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയം ജലമെത്തിക്കത്തക്ക വിധത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്തതിനാൽ അട്ടപ്പാടിയിലെ കൃഷിക്കാർക്ക് നല്ലൊരു വിളവെടുപ്പ് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. മണൽ തടയാൻ
അനേകം തടയണകളും കല്ലുകൊണ്ടുള്ള ഇടക്കയ്യാലകളും അതിനുമീതെ നട്ടുപിടിപ്പിച്ച പുൽച്ചെടികളും കൂടി മണ്ണിന്റെ സുരക്ഷയ്ക്കായി നാടൻ രീതികളും ശാസ്ത്രീയ മാർഗങ്ങളും മണ്ണൊലിപ്പ് തടയുന്നതിനായി ഉപയോഗിച്ചു. ഇതുകാരണം മണ്ണിലെ ജീവകങ്ങളും മൂലകങ്ങളും നഷ്ടപ്പെടുന്നില്ല. കോണ്ടൂർ ബണ്ടുകളും മഴക്കുഴികളും കണിക ജലസേചനവും മണ്ണിലെ ഈർപ്പം സദാസമയവും നിലനിർത്തിയിരുന്നതിനാൽ തോട്ടം പുഷ്ടിപ്പെടുത്താനും സമ്പൽ സമൃദ്ധമാക്കാനും കഴിയും. തോട്ടത്തിലേക്ക് വളവും മറ്റു വസ്തുക്കളും എത്തിക്കാൻ റോഡുകൾ വെട്ടിയുണ്ടാക്കി. ഇത് കാരണം കർഷകനും തൊഴിലാളികൾക്കും ഏത് സമയവും തോട്ടത്തിലൂടെ സഞ്ചരിച്ച് വിളകളെ വീക്ഷിക്കാനും എളുപ്പം വിളവെടുക്കാനും കഴിയുന്നു. വളപ്രയോഗത്തിനായി അകലെ മലകളിൽ നിന്നും സംഭരിച്ച ആട്ടിൻ കാഷ്ടവും ചാണകപ്പൊടിയും ആര്യവൈദ്യശാലയിൽ നിന്ന് ലഭിക്കുന്ന വേസ്റ്റും 5 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 10-5-20 മിശ്രിതം, 3 കിലോഗ്രാം എല്ലുപൊടി, 5 കിലോഗ്രാം മീനുപ്പ്, മഗ്നീഷ്യം സൾഫേറ്റ് എന്നിങ്ങനെയുള്ള ജൈവ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അട്ടപ്പാടിയിൽ കുടിയേറിയ മാത്യു അന്നത്തെ പ്രതികൂല കാലാവസ്ഥയോട് പടവെട്ടി കൊമ്പൻപാടിയിലും കൊല്ലുംകാട്ടിലും കാപ്പി, കുരുമുളക്, ഏലം എന്നിവയുടെ തോട്ടങ്ങളുണ്ടാക്കിയാണ് കൃഷി ആരംഭിച്ചത്. പിന്നീടാണ് തെങ്ങ് കൃഷിക്കായി 17 ഏക്കർ ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അവിടം ശുഷ്കിച്ച തെങ്ങുകളും കാടും പടർപ്പും നിറഞ്ഞ ചരിഞ്ഞ വരണ്ട പ്രദേശമായിരുന്നു. മഴക്കാലത്ത് ഉപരിതല ജലം ഒഴുകിപ്പോകുന്ന സ്ഥിതിയിലായിരുന്നതിനാൽ മണ്ണിലെ ഈർപ്പം നഷ്ടമായിക്കൊണ്ടിരുന്നു. തെങ്ങു കൃഷിക്കാണ് മാത്യു ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. തെങ്ങിൻതോപ്പ് ആധുനിക കൃഷിരീതിയിലൂടെ എപ്രകാരം മികവുറ്റതാക്കാമെന്നതിന്റെ മകുടോദാഹരണമാണ് ഈ കൃഷിയിടം. 10 വർഷം മുൻപ് വാങ്ങിയ ഈ തെങ്ങിൻതോപ്പ് കുറഞ്ഞ ചെലവിൽ ആധുനിക കൃഷിയിലൂടെ എങ്ങനെ മികവുറ്റതാക്കാമെന്നതിന്റെ മാതൃകയാണ് ഈ കൃഷിത്തോട്ടം. 500 കുറ്റ്യാടി ഇനം തെങ്ങുകളാണ് ആദ്യമായി ഇവിടെ നടുന്നത്. ഭാവനയും അധ്വാനവും കൂടി ചേർത്താണ് മാത്യുവും കുടുംബവും തെങ്ങുകളെ പരിപാലിച്ചത്. തെങ്ങുകൾക്ക് 12 അടി അകലത്തിൽ തടങ്ങളെടുത്ത് ലഭ്യമായ പാഴ്വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് മൾച്ചിംഗ് നടത്തി. കനകജലസേചനവും മണ്ണു സംരക്ഷണവും വഴി ആരോഗ്യമുള്ള തെങ്ങുകൾ പീലി വിടർത്തി കനകകുംഭങ്ങൾ ചുമന്നു നിൽക്കുന്ന കമനീയ കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. മാത്യുവിന്റെ അഭിപ്രായത്തിൽ തന്റെ തോട്ടത്തിലെ തെങ്ങുകൾക്കൊന്നിനും ഇതുവരെ യാതൊരു രോഗബാധയും ഉണ്ടാകാത്തതിന്റെ കാരണം തെങ്ങിന്റെ ആരോഗ്യകാര്യങ്ങളിൽ കർഷകൻ വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും നൽകുന്നതുകൊണ്ട് മാത്രമാണ്. വളപ്രയോഗവും ജലസേചനവും പരിചരണവും കൊണ്ട് പൊറുതിമുട്ടിയ തെങ്ങുകളും വൃക്ഷങ്ങളും കായ്ഫലം എത്ര ഇരട്ടിയാക്കിയാലും അതിശയിക്കാനില്ല. 3 വർഷം പിന്നിട്ട തെങ്ങൊന്നിന് പ്രതിവർഷം ശരാശരി 150 നാളികേരം വരെ ലഭിച്ചു തുടങ്ങി. വരും ദിനങ്ങളിൽ വിളവ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കർഷകന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു കണക്കുകൾ. ഷോളയൂർ കൃഷിഭവനുമായുള്ള ബന്ധം മാത്യുവിന് ഏറെ പ്രയോജനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. കൃഷി ഓഫീസറുടെ നേരിട്ടുള്ള ഇടപെടലുകളും കൃഷിക്കാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആധുനിക കൃഷി സമ്പ്രദായത്തെക്കുറിച്ചുള്ള അറിവും വേണ്ടത്ര ഗുണകരമായി ഭവിച്ചു.
പാരമ്പര്യ രീതിയിലുള്ള വിത്തുകൾക്ക് പുറമെ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് വിത്തിനങ്ങളും ധാരാളം ഉപയോഗിച്ചിരുന്നു. ഇതൊരു നാടൻ വെറൈറ്റി പയറാണ്. ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ ഒരു 8-9 മാസം ഇതിൻ്റെ വിളവ് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് പിന്നെ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കുരുത്തോല പയറാണ്. ഇത് വള്ളിയായിട്ട് വരുന്ന കുരുത്തോല പയറല്ലേ, അത് ആ പയറാണിത്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇത് ഇവിടെയും ഉള്ളതല്ല. ഇത് കുമളി വണ്ടിപ്പെരിയാർ ആ ഭാഗത്ത് മാത്രം കൃഷി ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. അത് അവിടെ നിന്ന് കൊണ്ടുവന്ന പയറാണ്. ഇതും അവിടെയുള്ള ബീൻസാണ്. ഇത് വള്ളിയിൽ കയറി ഇഷ്ടംപോലെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. കൊമ്പിൽ കയറും, അല്ലെങ്കിൽ കുറ്റി കൊടുത്ത് വേണമെങ്കിലും പന്തല വേണമെങ്കിലും കയറ്റി കായ്ക്കുക. ഇതൊരു ഹൈബ്രിഡ് വെണ്ടയുടെ വിത്താണ്. ഇത് പൂസാവാനി എന്ന് പറയുന്ന ഒരു വെണ്ടയാണ്. ഇതും വർഷം മുഴുവൻ കായ്ക്കുകയും അതുപോലെ ഏരങ്ങൾ പടർന്നു വന്നിട്ട് ആ ഏരത്ത് വഴി എല്ലാം കായ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. തൈകളുടെ ഉൽപാദനത്തിനായി ഒരു പച്ചക്കറി നഴ്സറി അഥവാ പോളി ഹൗസും നടത്തിവരുന്നു. അതിൽ തക്കാളി, കത്തിരിക്ക, വഴുതനങ്ങ, മുളക് എന്നിവ പാകി മുളപ്പിച്ച് തൈകളാക്കി മാറ്റുന്നു. ഇതിനുവേണ്ടിയുള്ള കണിക ജലസേചനവും വളപ്രയോഗവും ട്യൂബുകൾ വഴി നൽകുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ 400 സ്ക്വയർ ഫീറ്റ് വരുന്ന പോളി ഹൗസിൽ തക്കാളിത്തൈ ഉൽപാദനത്തിൽ നല്ല വിളവ് ലഭിച്ചിരുന്നു. പോളി ഹൗസിലെ പ്രവർത്തനങ്ങൾക്കും തന്റെ സഹധർമ്മിണി ത്രേസ്യാമ്മയുടെ നേതൃത്വം ഏറെ സഹായകരമാവുന്നുണ്ട്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഈ അക്വപോണിക് എന്ന് പറയുന്നത്. ഇത് മുകളിൽ 2 ടാങ്ക് ഉണ്ട്. അതിനകത്ത് മീൻ വളർത്തിയിട്ട് ആ മീനിൻ്റെ വേസ്റ്റ് വെള്ളം ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും റിട്ടേൺ അവിടെ പോയി ചെയ്യുന്നതാണ്. അത് മീൻ കിടക്കുന്ന ആ വെള്ളം അതിനകത്ത് അമോണിയയാണ് അതിനകത്തുള്ള മൂലകം. അത് അമോണിയയെ നൈട്രജൻ ആക്കാനുള്ള ഒരു മരുന്ന് ഇവിടെ ഉണ്ട്. അത് ഒഴിച്ചു കഴിയുമ്പം നൈട്രജനായി. അപ്പോൾ ഇതിനകത്ത് മൊത്തം നൈട്രജനായി. അപ്പോൾ അതിനകത്ത് ചീരയോ വെണ്ടയോ പയറോ എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും. വ്യത്യസ്തതകളും വർണ്ണവൈവിധ്യത്തോടു കൂടിയമായ ഒരു പൂന്തോട്ടവും ഭാര്യയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. മനോഹരമായ പൂക്കൾ ത്രേസ്യാമ്മയുടെ വരുമാന മാർഗം കൂടിയാണ്. ഈ അട്ടപ്പാടിയിലുള്ള ആൾക്കാരുടെ കർഷകരെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കർഷക വിഭാഗമാണ് അട്ടപ്പാടിയിലുള്ളത്. കാരണം എന്ത് കൃഷി ചെയ്താലും ആന, പന്നി ഇങ്ങനെയുള്ള മൃഗങ്ങൾ വന്നാൽ മുഴുവൻ നശിക്കും. രാത്രി പകൽ അന്ത്യോളം പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ രാത്രിയിൽ ഉറക്കത്തിൽ വന്ന് ഈ ആന നിന്നിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആരും അറിയാലോ. ആ ആന വന്നെന്നറിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോട്ടിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ വന്ന് വിളിച്ചാൽ അവരെ വിളിച്ചു വരുത്തി വേണേ ഓടിക്കാൻ, പടക്കം പൊട്ടിക്കുകയോ ഓടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നെപ്പോലും അറിയാതെ കർഷകരുടെ സ്ഥലത്ത് കയറി നശിപ്പിക്കുന്നുമുണ്ട്. പിന്നെ നെൽകൃഷി ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പകൽ മുഴുവൻ ആറ്റക്കുരുവി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് വന്നിട്ട് കതിരെ വന്നിരുന്ന് അത് മുഴുവൻ കൊത്തി ഉമ്മി വെളികളിൽ ചാരി മാത്രം നിന്നിട്ട് പോകുന്ന രീതിയുണ്ട്. അതിനും കതിര് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 30-35 ദിവസം കൊണ്ട് നെല്ല് കൊയ്യാറാവുള്ളൂ. ആ സമയം മുഴുവൻ പകല് കാവലിരിക്കേണ്ടി വരും, രാത്രി പന്നിയും കാക്കേണ്ടി വരും. അതുകൊണ്ട് നെൽകൃഷി അട്ടപ്പാടിക്ക് ഒട്ടും ചോദിച്ചൊരു കൃഷിയല്ല. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു ഗവേഷണ വിദ്യാർത്ഥികളും നിരന്തരം മാത്യുവിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. തെങ്ങിനു പുറമെ വിവിധ മാവിനങ്ങളായ മൽഗോവ, നീലം, അൽഫോൺസ, തോട്ടാപുരി, സേലം, പ്രിയോ തുടങ്ങിയ മാമ്പഴ വിളകൾ തോട്ടത്തിൽ നിറയെ നിരന്നു നിൽക്കുന്നത് കാണാം. മാമ്പഴത്തിന്റെ വിളവെടുപ്പ് എല്ലായ്പ്പോഴും
തുടർന്നുകൊണ്ടിരിക്കുന്നു. മണ്ണിൻ്റെ നന്മ, അത് കർഷകൻ്റെ നന്മ എന്ന് നമുക്ക് നേരിട്ട് വിളിച്ചോതി തരുന്ന ഒരു കർഷകനാണ് മിസ്റ്റർ മാധുചേട്ടൻ. ചെയ്യുന്ന വിളകൾ അത് വളരെ കൃത്യമായും വ്യക്തമായും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ശ്രീ മാധുചേട്ടൻ്റെ കൃഷി. വെള്ളം വളരെ കുറവ് ലഭ്യമായ, മഴ വളരെ കുറഞ്ഞ പ്രദേശമായ ഇവിടെ ലഭിക്കുന്ന വെള്ളത്തെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി വിഭാവനം ചെയ്ത് യഥാർത്ഥത്തിൽ ഓടുന്ന വെള്ളത്തെ നടത്തിയും നടത്തുന്ന വെള്ളത്തെ ഇരുത്തിയും ഇരുത്തുന്ന വെള്ളത്തെ കിടത്തിയും വെള്ളത്തെ വളരെ കൃത്യമായി ഉപയോഗിച്ച് അത് കൃത്യമായി വിളകൾക്ക് ലഭ്യമാക്കുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം നേരിട്ട് കാണുമ്പോൾ അത് ബോധ്യമാകുന്നതാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന രീതി രാസവളങ്ങൾ അധികം ഉപയോഗിക്കാതെ, കീടനാശിനി അല്പം പോലും പ്രയോഗിക്കാതെ കീടങ്ങളെ അകറ്റുന്ന രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ ഇദ്ദേഹം ഇവിടെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ കൃഷിഭവനുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത്. വർഷത്തിൽ 12 മാസവും ചക്ക ലഭിക്കുന്ന സിംഗപ്പൂർ ബഡ് ഇനത്തിലുള്ള പ്ലവുകൾ ചക്കകളെയും പേർ നിൽക്കുന്നു. തെങ്ങും കവുങ്ങും മരങ്ങളും തിങ്ങി നിൽക്കുന്ന തോട്ടത്തിൽ നിറയെ ഇടകൃഷികളായി ജാതി, ഗ്രാമ്പൂ, സപ്പോട്ട, നെല്ലിക്ക, നാടൻ പപ്പായ, പേരയ്ക്ക, അടയ്ക്ക, ചിറി, പുല്ലുവർഗ്ഗങ്ങൾ, മധുരക്കിഴങ്ങ്, കപ്പ, നനകിഴങ്ങ്, കാച്ചിൽ, ചേന, ചേമ്പ്, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടതൂർന്നു വളർന്ന് നല്ല വിളവുകൾ നൽകുന്നു. തോട്ടത്തിൽ പലയിടത്തും കാപ്പിച്ചെടികൾ കാണാം. കാപ്പിക്കുരുക്കൾ നല്ലവണ്ണം കായ്ച്ചുപഴുത്ത് പളുങ്കുമണികൾ പോലെ കാറ്റിലാടുന്നത് സുന്ദര കാഴ്ചയാണ്. കാർഷിക വിജ്ഞാന വ്യാപന മേളയിലും ചർച്ചകളിലും പങ്കെടുക്കുന്നതിന് മാത്യുവിന് പ്രത്യേക പ്രാവീണ്യമുണ്ട്. അട്ടപ്പാടിയെ സംബന്ധിച്ച് മണ്ണൊലിപ്പ് മൂലം ഫലഭൂയിഷ്ഠമായ മണ്ണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് സംരക്ഷിച്ച് നിർത്തുന്നതിന് സ്വന്തമായി അദ്ദേഹം പ്രയത്നിച്ച് പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരകൃഷി ഇന്ന് വിലയില്ലാത്തത് കാരണവും തൊഴിലാളികളെ കിട്ടാനില്ലാത്ത കാരണവും പലരും അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടി ലാഭകരമായി തെങ്ങ് കൃഷി നടത്തുകയും അതിൽ നിന്ന് നല്ല ആദായം എടുക്കുകയും ചെയ്യുന്നുണ്ട്. തനിക്കുള്ളിലെ യഥാർത്ഥ കർഷകനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവവിശ്വാസവും ആത്മാർത്ഥ പരിശ്രമവും സഹായിച്ചുവെന്ന് മാത്യു കരുതുന്നു. കൃഷിയുടെ ഉന്നമനത്തിനായി വീണ്ടും കാതോർക്കുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है
कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിത്ത് ബാങ്ക് സ്ഥാപിക്കുമെന്ന് കൃഷിമന്ത്രി. ശാസ്ത്രീയ ചിപ്പിക്കൂൺ കൃഷി പരിശീലന പരിപാടി. വെറ്ററിനറി സർവകലാശാല ദേശീയ ക്ഷീരവികസന ബോർഡുമായി സഹകരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പരമ്പരാഗത നാടൻ വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിത്ത് ബാങ്ക് സ്ഥാപിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. അന്യം നിന്നുപോകുന്ന നാടൻ വിത്തിനങ്ങൾ കൃഷിവകുപ്പിന്റെ അഗ്രോ ബസാറുകൾ വഴി വിൽപ്പന നടത്തും. ജൈവ പച്ചക്കറിയുടെ വില കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെറ്ററിനറി സർവകലാശാല ദേശീയ ക്ഷീരവികസന ബോർഡുമായി ചേർന്ന് ഗവേഷണം, വിജ്ഞാന വ്യാപനം, തൊഴിൽ സംരംഭകത്വ പരിശീലനം, തൊഴിൽ നൈപുണ്യ വികസനം, സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പ് മുതലായ കാര്യങ്ങളിൽ സഹകരിച്ചു പ്രവർത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇരുവരും ഒപ്പുവയ്ക്കും. ഇതിന്റെ ഭാഗമായി വെറ്ററിനറി സർവകലാശാലയുടെ പൂക്കോട് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല ഓഫീസർമാരുടെ യോഗത്തിൽ വിവിധ സഹകരണ മേഖലകളെക്കുറിച്ച് തീരുമാനമാകും. ദേശീയ ക്ഷീരവികസന ബോർഡുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായി സർവകലാശാലയിലെ വെറ്ററിനറി ഡയറി സയൻസ് വിദ്യാർത്ഥികൾക്ക് NDDBയിൽ ഇന്റേൺഷിപ്പിനുള്ള അവസരവും ലഭിക്കും. പരമ്പരാഗത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യമേറുന്നു. പ്രകൃതിയിൽ സുലഭമായി ലഭിക്കുന്ന വിഭവങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാനുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. ഈയിടെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലെ ഭക്ഷ്യമേളയിൽ മുല്ലപ്പൂ ജാമും ചെമ്പരത്തി ജ്യൂസും ശ്രദ്ധേയമായി. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ 2016 ജൂലൈ 26 ശാസ്ത്രീയ ചിപ്പിക്കൂൺ കൃഷി എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. 300 രൂപയാണ് പരിശീലന ഫീസ്. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഹെഡ് കൃഷി വിജ്ഞാന കേന്ദ്രം, CPCRI, കായംകുളം 690533. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0479 2 449 268. മറ്റൊരു നമ്പർ 9447 900268. കൊട്ടിയം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ ജൂലൈ 25 മുതൽ 27 വരെ മുട്ടക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രാവിലെ 10:30 മുതൽ 4:30 വരെ പ്രവൃത്തി ദിവസങ്ങളിൽ 0474 2 537 300 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ലഭിക്കുക. വെറ്ററിനറി സർവകലാശാല ഓഗസ്റ്റ് 1 മുതൽ 14 വരെ നടത്തുന്ന സംരംഭക വാരത്തിന്റെ ഭാഗമായി 2016 ഓഗസ്റ്റ് 6 രാവിലെ 9 മണി മുതൽ തൃശൂരിൽ സംസ്ഥാന ഏകദിന യുവക്ഷീര സംരംഭക ശില്പശാല നടത്തുന്നു. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ക്ഷീരമേഖലയിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന 45 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 9464 47537. മറ്റൊരു നമ്പർ 9562 75354. കേരളത്തിലെ എല്ലാ കൃഷിഭവനുകളിലൂടെയും നാളികേരം സംഭരിക്കുമെന്നും 3 നാളികേര പാർക്ക് തുടങ്ങുമെന്നും നാഫ്ഡയുമായി ചേർന്ന് കൊപ്ര സംരംഭണം നടത്തുമെന്നും നാളികേര വികസന ബോർഡ് അറിയിച്ചു. സസ്യലോകത്തെ അപൂർവ കാഴ്ചയായ ഭീമൻ ചേനപ്പൂവ് വയനാട്ടിൽ പേരിയ ഗുരുകുലം ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിരിഞ്ഞു. അമോർഫലസ് ടൈറ്റാനം എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. 4 അടി ഉയരവും 3 അടി വ്യാസവും ഈ പൂവിനുണ്ട്. കാണാൻ ഭംഗിയുള്ളതാക്കുന്നതാണെങ്കിലും ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധമാണ് ഈ പൂവിന്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 7550 രൂപ, കോഴിക്കോട് 8400 രൂപ, തൃശൂർ 7600 രൂപ, കൊപ്ര കൊച്ചി
5165 രൂപ, കോഴിക്കോട് 5200 രൂപ, തൃശൂർ 5265 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 69200 രൂപ, ഗാബിൾഡ് 72200 രൂപ, ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ സേലം 10200 രൂപ, ഈറോഡ് 10400 രൂപ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14100 രൂപ, RSS 4ാം ഗ്രേഡ് 14300 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14100 രൂപ, RSS 4ാം ഗ്രേഡ് 14350 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 7550 രൂപ, കൊപ്ര 5165 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 1950 രൂപ, റോട്ടറി 2000 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 69200 രൂപ, ഗാബിൾഡ് 72200 രൂപ, ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 11500 രൂപ, അടയ്ക്ക പുതിയത് 17500 രൂപ മുതൽ 18000 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 രൂപ മുതൽ 200 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 250 രൂപ മുതൽ 360 രൂപ വരെ, ജാതിപത്രി 400 രൂപ മുതൽ 950 രൂപ വരെ, ഗ്രാമ്പു 745 രൂപ, റബ്ബർ RSS 5ാം ഗ്രേഡ് 14100 രൂപ, RSS 4ാം ഗ്രേഡ് 14300 രൂപ, ഒട്ടുപാൽ 9000 രൂപ, ലാറ്റക്സ് 9000 രൂപ. കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില 29.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6, കോഴിക്കോട് 31.9, 24.3, കൊച്ചി 28.8, 23, ആലപ്പുഴ 28.6, 24.2, പുനലൂർ 29.6, 24, തിരുവനന്തപുരം 28.5, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.